ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബറാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ കൂടി അനേകർക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹവും പ്രാപിക്കുവാനും പുതിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിന് വേണ്ടി ജീവിതം പ്രതീക്ഷിക്കുവാനും ഒക്കെയും അനേകർക്കിടയായി എന്നുള്ള വസ്തുതകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചന കേൾവിക്കായി വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ തുറന്നുകൊണ്ട് കാതുകളെ കൂർപ്പിച്ചുകൊണ്ട് വചന കേൾവിക്ക് വേണ്ടി സമർപ്പണത്തോടുകൂടി ആയിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുകയും ഒരു പുതിയ തീരുമാനത്തോടുകൂടി കർത്താവിൻ്റെ വരവിന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി പാർക്കുവാൻ ഈ വചന ശുശ്രൂഷകൾ മൂലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ നിങ്ങളോട് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം തുടർച്ചയായി റോമാലേഖനത്തെ അടിസ്ഥാനമാക്കി ദൈവവചനം ചിന്തിക്കുകയായിരുന്നല്ലോ. 11-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വരെ നമ്മൾ ചുരുക്കമായി ചിന്തിച്ചു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ യഥാർത്ഥ ദൈവോദ്ദേശ്യമാണ് നമ്മൾ ഈ 3 അധ്യായങ്ങളിൽ കാണുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു. 9, 10, 11 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ഭാവി സംബന്ധമായുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. പൗലോസിനെക്കുറിച്ച് ഇസ്രായേല്യർക്ക് വലിയൊരാക്ഷേപമുണ്ടായിരുന്നു. അവർ പൗലോസ് ന്യായപ്രമാണത്തെ ലംഘിക്കുന്നെന്നും ദൈവം അവരെ ദൈവത്തിൻ്റെ പ്രിയജനമായി തിരഞ്ഞെടുത്തതിനെ നിഷേധിക്കുന്നുവെന്നുമുള്ള ഒരു ആരോപണം പൗലോസിനെതിരെ അവർ ഉയർത്തുകയും അവർ തന്നെയാണ് പൗലോസിനെ ഏറ്റവും കൂടുതൽ പല സ്ഥലങ്ങളിലും ഉപദ്രവിക്കുവാനിടയായി തീർന്നതും. അവരുടെ പ്രയാസം, അവരുടെ എതിർപ്പിനെ തുടർന്നാണ് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതും റോമിലേക്ക് പോകുന്നതും അത് ഒടുവിൽ തൻ്റെ രക്തസാക്ഷിത്വത്തിൽ കലാശിക്കുന്നതും. നമുക്കറിയാം, അവർ വളരെ വംശീയ മേന്മയിൽ ഊറ്റം കൊള്ളുന്നവരായിരുന്നു. എന്നാൽ പൗലോസ് അവർക്ക് എതിരല്ലെന്നും അവരോട് പൗലോസിൻ്റെ മനോഭാവം എന്താണെന്നും ഈ 3 അധ്യായങ്ങളിൽ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ദൈവം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രത്യേക ഉദ്ദേശത്തെക്കുറിച്ചും നമുക്ക് ഈ അധ്യായങ്ങളിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗത്ത് കാട്ടൊലിവിൻ്റെ ശിഖരങ്ങളെ നാട്ടൊലിവിനോട് ഒട്ടിച്ച് ചേർത്ത് അതിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളാക്കി തീർത്തു എന്നുള്ള സാദൃശ്യം പറഞ്ഞുകൊണ്ടാണ് പൗലോസ് തൻ്റെ വാദഗതി ഒന്നും കൂടി വ്യക്തമാക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ചില ആളുകൾ, ചില കമൻറ്റേറ്റേഴ്സ്, ചില വേദ പഠിതാക്കൾ തന്നെ പൗലോസ് ഇവിടെ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. അതിൽ നമുക്ക് പൗലോസിനെ കുറ്റം പറയാൻ കാര്യമില്ല. കാര്യം, അദ്ദേഹം ഒരു പട്ടണത്തിൽ വളർന്ന ഒരു ചെറുപ്പക്കാരനാണ്. തർസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ജനിച്ചു വളർന്ന ധനാഢ്യനും റോമ പൗരനുമായിരുന്ന ഒരു വലിയ വ്യവസായിയുടെ, കപ്പലുടമയുടെ, വലിയ ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നെന്നും വളരെ ബാല്യത്തിൽ തന്നെ ന്യായപ്രമാണ സംബന്ധമായുള്ള പരിശീലനത്തിനു വേണ്ടി അദ്ദേഹം യെരുശലേമിലേക്ക് അദ്ദേഹത്തെ അയച്ചെന്നും ഗമാലിയേൽ എന്ന പ്രസിദ്ധനായ ജ്ഞാനിയായ മതപണ്ഡിതൻ്റെ ശിഷ്യത്വത്തിൽ അദ്ദേഹം പഠിച്ചുവെന്നും അങ്ങനെ കൃഷിയിടത്തെ സംബന്ധിച്ചോ ഗ്രാമപ്രദേശത്തെ ജീവിതത്തെ സംബന്ധിച്ചോ ഗ്രാഫ്റ്റിംഗ്, ഒട്ടിച്ചു ചേർക്കുന്നതിനെ സംബന്ധിച്ചോ ഒന്നും പൗലോസിന് വ്യക്തമായ ധാരണയില്ലായിരുന്നെന്നും അദ്ദേഹം പട്ടണത്തിൽ വളർന്ന ഒരു യുവാവായതിനാൽ ഇവിടെ അദ്ദേഹം പറയുന്നത് അത്ര കൃത്യമല്ല എന്നും ചില വേദപഠിതാക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിവിടെ ഒട്ടിച്ചു ചേർക്കുമ്പോൾ ഒട്ടുമാവും അങ്ങനെ ഒട്ടിച്ചു ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാഴ്ചെടിയോട് ഒരു നല്ല മരത്തിൻ്റെ ശിഖരം ഒട്ടിച്ചു ചേർക്കുകയാണ് പതിവ്. ആ പാഴ്ചെടിയുടെ വേരും അതിൻ്റെ ആ ആർജവവുമെല്ലാം ഈ നല്ല ശിഖരം ഉൾക്കൊണ്ടിട്ട് നല്ല ഫലം കായ്ക്കുകയാണ്. അതാണ് സാധാരണ കണ്ടുവരുന്നത്.
ഒരു പാഴ്ചെടിയുടെ പാഴ്ചെടികൾ വളരെ ആർത്ത് വളരും. അതിന് വളർച്ചയ്ക്ക് ഭയങ്കര ഊർജ്ജമാണ്, വളരെ ആർജവമാണ്. അപ്പോൾ ആ പാഴ്ചെടിയുടെ ആ ഊർജ്ജവും ആ വളർച്ചയുടെ വേഗതയുമെല്ലാം മുതലെടുത്തുകൊണ്ട് ഒരു നല്ല ഫലവൃക്ഷത്തിൻ്റെ ഒരു ശിഖരം ഈ പാഴ്ചെടിയോട് ഒട്ടിച്ച് ചേർത്ത് ആ പാഴ്ചെടിയുടെ ഏതെങ്കിലും ഒരു മുകളം ഇങ്ങനെ മുള പൊട്ടി വന്നാൽ അത് ഒടിച്ചൊടിച്ച് കളഞ്ഞ് ഈ നല്ല ശിഖരത്തെ, നല്ല ഫലവൃക്ഷത്തിൻ്റെ ശിഖരത്തെ പോഷിപ്പിച്ച് ആ നല്ല ആ ഫലവൃക്ഷത്തിൻ്റെ ശിഖരം നല്ല ഫലം കായ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിൽ കണ്ടുവരുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് നേരെ തിരിച്ചാണ്. ഒരു പാഴ്ചെടിയുടെ ഒരു കാട്ടൊലിവിൻ്റെ ശിഖരം വെട്ടിയെടുത്ത് ഒരു നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചോ കൃഷിയെക്കുറിച്ചോ ഒന്നും അറിയാൻ മേലാതെ പട്ടണത്തിൽ വളർന്ന ഒരു യുവാവായതുകൊണ്ട് അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് വിമർശിക്കുന്ന ആളുകൾ പോലും ധാരാളമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് തൻ്റെ വാദഗതി വിശദീകരിക്കുവാനായിട്ട് ഇത് സാദൃശ്യമായിട്ട് എടുക്കുകയാണ്. ആ സാദൃശ്യത്തിൽ അദ്ദേഹം താൻ തന്നെ തനിമയാർന്ന ഒരു രീതി അദ്ദേഹം തന്നെ അവതരിപ്പിക്കുക. 1905 സർ വില്യം റാംസെ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പരാമർശിച്ചല്ലോ. അദ്ദേഹം എഴുതിയത് അന്നും ഇന്നും പലസ്തീൻ നാട്ടിൽ കൃഷിക്കാർ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. അവർ ഒരു ഒലിവ് മരം അതിങ്ങനെ കായ്ച്ച് കുറേ കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ കായയുടെ സമൃദ്ധിയൊക്കെ അങ്ങ് പോകും. ഒത്തിരി പഴകും. ഒത്തിരി പ്രായമായി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഊർജ്ജമൊക്കെ അങ്ങോട്ട് പോയിട്ട് ഈ ഒലിവ് മരം പിന്നെ ഇതിങ്ങനെ ഒരു നാശോന്മുഖമായ ഒരു സ്ഥിതിയിലേക്ക് വരും. നമ്മുടെ ഇടയിലും അങ്ങനെയാണല്ലോ. തെങ്ങൊക്കെ നല്ലതായിട്ട് ഓർത്ത് കായ്ച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കുറേ പ്രായമാകുമ്പോഴത്തേന് പിന്നെ അതിനുള്ള ആ കായ് ഫലത്തിൻ്റെ ശേഷി കുറഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ ഒരു ഒലിവ് മരം ഇങ്ങനെ അതിൻ്റെ കായ് ശേഷി കുറഞ്ഞ് ഇങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യും? ഒരു കാട്ടൊലിവിൽ നിന്ന് ഒരു ശിഖരം വെട്ടിയെടുത്ത് ഈ ഒലിവ് വൃക്ഷത്തോട്, നല്ല ഒലിവ് വൃക്ഷത്തോടെ ഗ്രാഫ്റ്റ് ചെയ്യും, ഒട്ടിച്ച് ചേർത്ത് കഴിയുമ്പോൾ ഈ നല്ല ഒലിവ് വൃക്ഷത്തിന് ഭയങ്കര ഒരു ആർജവമാകും, ഒരു ഊർജ്ജമാകും. അതിനോട് ചേരാത്ത ഒന്ന് അതിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് ആർജവം ഉൾക്കൊണ്ടിട്ട് നല്ലതായിട്ട് ഫലം കായ്ക്കാൻ തുടങ്ങും. ഇത് പലസ്തീൻ നാട്ടിൽ അന്നും ഇന്നും ചെയ്തു വരുന്ന ഒരു രീതിയാണ് എന്നുള്ളത് സർ വില്യം റാംസെ എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ, അത് 1905 പ്രസിദ്ധപ്പെടുത്തിയത്. അത് മറ്റു പല കൃഷിക്കാരുടെ വാക്കുകളിലൂടെയും മറ്റു പല ഡോക്യുമെൻസിലൂടെയും മറ്റു പല രേഖകളിലൂടെയും ഈ കാര്യമെന്ന് സമർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിചയമാണ് പൗലോസ് ഇവിടെ എടുത്ത് തൻ്റെ വാദഗതി വെളിപ്പെടുത്തുന്നത്. അതായത് തൻ്റെ സ്വജാതിക്കാരായ ഇസ്രായേല്യർക്ക് സ്പർദ്ധ ജനിപ്പിക്കാനായി ജാതികളിൽ നിന്ന് ധാരാളം ആളുകൾ മശിഹായിലെ വിശ്വാസത്തിലൂടെ ആത്മരക്ഷയിലേക്കും സത്യദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കും കടന്നു വരുന്ന ആ സത്യം അദ്ദേഹം പറയുമ്പോൾ അത് ഇതര ജാതികളിൽ നിന്ന് ഇത്രയും ആളുകൾ സത്യദൈവവുമായ യഹോവയുമായുള്ള ബന്ധത്തിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഉദാസീനരായിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവരിൽ വരികയും അവർ വളരെ ആവേശത്തോടുകൂടി അവരുടെ ഒരു ഉദ്ധാരണവും ഒരു പുനരുജ്ജീവനവും ഒരു ആത്മീയ പ്രതിബദ്ധതയും ഒരു ആത്മീയ താല്പര്യമൊക്കെ ഉണ്ടായി അവർ മശിഹായിലുള്ള വിശ്വാസത്തിലേക്കും ആത്മരക്ഷയിലേക്കും കടന്നു വരികയും ചെയ്യും. ഇതാണ് പൗലോസിൻ്റെ ഇവിടെയുള്ള വാദഗതി. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. എന്നാൽ 13-ാം വാക്യം മുതൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. ജാതികളുടെ ഇടയിലുള്ള തൻ്റെ ശുശ്രൂഷയെ താൻ പുകഴ്ത്തുകയാണ്. അവരുടെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ, ഇസ്രായേലിൻ്റെ ഭ്രംശം ലോകത്തിൻ്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവിടെ ഉയിർപ്പെന്നല്ലാതെ എന്താകും? നമ്മൾ ആ ഭാഗം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ണം മുഴുവനും അങ്ങനെ തന്നെ. ആദ്യ ഭാഗം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാരാണ്. പൂർവ്വപിതാക്കന്മാർ വിശുദ്ധരും ദൈവത്തിന് പ്രിയരുമായിരുന്നുവെങ്കിൽ പിൻവരുന്ന തലമുറക്കാരും ദൈവത്തിന് പ്രിയരും വിശുദ്ധന്മാരുമാണ്. എന്നിട്ട് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ച് ചേർത്ത് ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്.
പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരനെയല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കാം. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടി ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവുമരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവുമരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ പല പല കാര്യങ്ങൾ പൗലോസ് ഇവിടെ ചേർത്ത് പറയുകയാണ്. അതായത് ആ കാലത്ത് റോമിൽ യഹൂദന്മാരുണ്ടായിരുന്നു. റോമിൽ നിന്നുള്ള എല്ലാ യഹൂദന്മാരും അവിടെ നിന്ന് പൊയ്ക്കോണമെന്നൊക്കെ ഉള്ള കൽപ്പനയൊക്കെ ഉണ്ടായി. അത് നമ്മൾ 18-ാം അധ്യായത്തിലൊക്കെ പ്രവർത്തന പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. എങ്കിലും അവിടെ വളരെ യഹൂദ ജനതയുണ്ടായിരുന്നു. ആ യഹൂദ ജനതയ്ക്കെതിരെ ഏത് കാലത്തും ഏത് സ്ഥലത്തും ഇതര ജനവിഭാഗങ്ങളുടെ എതിർപ്പും അവരെ ഉപദ്രവിക്കുന്ന രീതിയുമൊക്കെ ഉണ്ടായിരുന്നു. അതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, അവർ പാർക്കുന്ന സമൂഹത്തിലെ എല്ലാ പരിചയങ്ങളോടും അങ്ങ് ഇടപഴകി, അവിടെ ജനസമൂഹങ്ങളോട് അങ്ങ് ഇഴചേർന്ന് ഇടപഴകി അവരുമായി ഒന്നുചേർന്ന് ഒരു അസിമിലേഷൻ അവർ പലപ്പോഴും ചെയ്തിരുന്നില്ല. അവരെപ്പോഴും തങ്ങളുടെ വംശീയ മേന്മയെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഹുങ്കുള്ളവരും അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളെയും തങ്ങളുടെ പരിചയങ്ങളെയും തങ്ങളുടെ ന്യായപ്രമാണത്തെയും അതെപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവരും ഇതര ജനസമൂഹങ്ങളോട് ഇഴുകിച്ചേരുവാൻ കൂട്ടാക്കാത്തവരുമായി അവർ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ വേർപെട്ട് നിൽക്കുന്ന, ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ഈ ജനസമൂഹത്തോട് മറ്റ് ജനസമൂഹങ്ങൾക്ക് എപ്പോഴും ഒരു പകയായിരുന്നു. മാത്രമല്ല, ഇവിടെ പോയാലും ഇസ്രായേല്യർ, യഹൂദന്മാർ, അവർ പലപ്പോഴും ബിസിനസ്സുകളിൽ ഏർപ്പെടുകയും പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ അവർ ബിസിനസ്സുകളിൽ ഏർപ്പെട്ട് അവർ പലപ്പോഴും വലിയ സമ്പന്നന്മാരാകുകയും ചെയ്യുമായിരുന്നു. അവർ പൈതൃകമായി തന്നെ സമ്പത്തുള്ളവരാണ് അവരിൽ പലരും. മാത്രമല്ല, അവർ തന്നെ വളരെ ഉത്സാഹികളായി ബിസിനസ്സൊക്കെ ചെയ്ത് അവർ തന്നെ വലിയ സമ്പന്നന്മാരാകും. പ്രധാനമായും അവർ ചെയ്തിരുന്നത് പലിശയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന മണി ലെൻഡിങ് ബിസിനസ്സായിരുന്നു അവർ ചെയ്തുകൊണ്ടത്. ഇന്നും ലോകത്തിലെ പ്രമുഖമായ ബാങ്കുകളിൽ പലതും യഹൂദന്മാർ ആരംഭിച്ചതും അവരുടെ നിയന്ത്രണത്തിലുള്ളതുമാണ്. നമുക്കറിയാമല്ലോ, JP മോർഗൻ, ചേസ് മൻഹാറ്റൻ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകളുടെ ബാങ്കുകളാവാം. നമുക്കറിയാം, ലോകത്തിലെ പ്രമുഖ ബാങ്കിങ് ബിസിനസ് യഹൂദന്മാരുടെ, ഇസ്രായേലിയുടെ കൈകളിലാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ ഇരിക്കുന്നത്. ഇത് പണ്ട് മുതലേ അവർ അനുവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ്. ഈ മണി ലെൻഡിങ് ആണ്, പണം പലിശയ്ക്ക് കൊടുക്കുക, പലിശ മേടിക്കുക എന്നുള്ളത് അവരെപ്പോഴും അവർ പരിചയിച്ചു വന്നിരുന്ന ഒരു കാര്യം. വളരെ ഈസിയായിട്ട് അവർ പണമുണ്ടാക്കും. കാൽക്കുലേഷൻസാണ് അതിനകത്ത് പ്രധാനം. അങ്ങനെ പണമുണ്ട്. ഇന്നും നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ബൂം ചെയ്യുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല. അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരാണെങ്കിൽ ഇഷ്ടംപോലെ അതിന് പ്രോത്സാഹനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഈ പലിശയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കുന്ന വഴി പല ആളുകളുടെയും സ്വത്തുക്കളൊക്കെ ഇവരുടെ കൈക്കലങ്ങായിപ്പോയി. അതുകൊണ്ട് തന്നെ ബ്ലേഡ് കമ്പനിക്കാരെ സമൂഹത്തിൽ എപ്പോഴും എതിരല്ലേ, അവരോടൊരു വെറുപ്പല്ലേ. ചിലപ്പോൾ കാര്യം സാധിക്കാനേ അവരുടെ മുമ്പിൽ ഇച്ചിരി ആദരവോടുമൊക്കെ നിൽക്കുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടൊരു പകയുണ്ടല്ലോ. അത് പ്രധാനമായിട്ടും ഈ രണ്ട് കാരണങ്ങളാണ് ഇതര ജനസമൂഹങ്ങളിൽ ഇസ്രായേലിനെ പകയ്ക്കുന്നതിന് കാരണമായിരുന്നത്. അവർ മറ്റുള്ളവരോട് അസിബിലിറ്റി ചെയ്യുന്നില്ല, ഇഴുകിച്ചേരുകയില്ല. രണ്ട്, അവർ പണം പലിശയ്ക്ക് കൊടുത്ത് പണമുണ്ടാക്കി പലരുടെയും സ്വത്തുക്കൾ ഇവിടെ കൈവശത്തിലായി പോകുന്നു. ഇവർ പെട്ടെന്ന് സമൂഹത്തിൽ പണക്കാരായി. ഇതെല്ലാം കൊണ്ട് ഈ ജനങ്ങൾക്ക് അവരോട് ഭയങ്കര എതിരായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു. ഒരു സെമിറ്റിക് ഫീലിംഗ്, ഒരു സെമിറ്റിക് റേസ്, ഈ യഹൂദന്മാരോട്, ഇസ്രായേലരോടുള്ള ഒരു എതിർപ്പിൻ്റെ ഒരു മനോഭാവം പ്രാചീന ലോകത്തിൽ വളരെ ഉണ്ടായിരുന്നു. അത് റോമിലും ഉണ്ടായിരുന്നു.
ആ ഒരു പശ്ചാത്തലം പൗലോസിവിടെ പറയുന്നതിനകത്തുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ അവരുടെ നേരെ പ്രശംസിക്കണ്ട, നിങ്ങൾ അവരുടെ നേരെ പ്രശംസിക്കേണ്ട. കാര്യം നിങ്ങൾ സത്യദൈവമായ യഹോവയിലേക്ക് വിശ്വാസത്താൽ കടന്നു വരികയും പരിശുദ്ധ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വരികയും ചെയ്യുവാൻ ഇടയായതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രായേലരായ ആളുകളോട് സ്വതവേ ഉള്ള ആ സ്പർദ്ധയും പകയും ആ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പിണക്കവും നിങ്ങളത് അനുവർത്തിക്കരുത് എന്ന ആശയം കൂടി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നിട്ട് കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന് ഫലപ്രദമായ ഒരു പങ്കാളിയായി തീർന്നെങ്കിലും കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. നിങ്ങളിതുവരെ പറഞ്ഞു വിട്ടുന്നത് നിങ്ങളുടെ സത്യദൈവം. ഓക്കെ, സത്യദൈവം എല്ലാവരുടേതും കൂടെ ഏക സത്യദൈവമേ ഉള്ളൂ. പലരും പല പേരുകളിൽ പലതിനെയും ആരാധിക്കുന്നുവെങ്കിലും സത്യദൈവം തന്നെ വെളിപ്പെടുത്തി തന്ന ആ വെളിപ്പാടിനനുസരിച്ചുള്ള സത്യദൈവത്തിങ്കിലേക്ക് ഞങ്ങൾക്കും ഇതാ അവകാശം ലഭിച്ചിരിക്കുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, പ്രകൃതിയാൽ ജാതികളായിരുന്നു, ദൈവമല്ലാത്തവയെ ആരാധിച്ചു പോന്നിരുന്നു. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിഷ്പക്ഷതയോടുകൂടി തുറന്ന മനസ്സോടുകൂടി ഒരു മുൻവിധി കൂടാതെ നിർമ്മല ഹൃദയത്തോടുകൂടി ഇരുന്ന് ഒരു ദൈവമുണ്ട്, തീർച്ചയായും ഒരു ദൈവമുണ്ട്. ആ ദൈവം സകലത്തെയും സൃഷ്ടിച്ചവരും സകലത്തിനും കാരണഭൂതനും എല്ലാമായ ഒരു ദൈവമാണ്. ആ ദൈവമായിരിക്കുന്നതിന് ആ ദൈവത്തിന് എന്തൊക്കെ സവിശേഷ ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നിങ്ങളൊന്ന് കുറിച്ചിട്ട് ആ ഗുണവിശേഷങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അത് അന്വർത്ഥമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവമുണ്ടോ എന്ന് നിങ്ങൾ നിഷ്പക്ഷതയോടും തുറന്ന മനസ്സോടും നിർമ്മല ഹൃദയത്തോടും മുൻവിധി കൂടാതെ നിങ്ങൾ പരിശോധന കഴിച്ചാൽ ഈ വിശുദ്ധ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക സത്യദൈവമേ ആ സകല സദ്ഗുണങ്ങളും ദൈവിക ഗുണങ്ങളും തികഞ്ഞവനായിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സത്യദൈവത്തിങ്കിലേക്കാണ് ആളുകൾ എക്കാലവും ആകർഷിക്കപ്പെട്ടിരുന്നത്. പ്രിയമുള്ളവരെ, മുൻവിധിയോടുകൂടിയും വർഗീയ മനോഭാവത്തോടുകൂടിയും ദൈവത്തിന് സത്യ വെളിപ്പാടിന് നേരെ ബോധപൂർവം കണ്ണടച്ചു പോകുന്ന ഒരു ദുഷിച്ച പ്രവണത നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, മതമല്ല, സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ് പ്രധാനം. സത്യദൈവം നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവും ഉടമസ്ഥനുമായ ദൈവം. ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പൗലോസിൻ്റെയും മറ്റും പ്രസംഗത്തിലൂടെ ഈ ഇതര ജനസമൂഹങ്ങളുടെ ഇടയിൽ പ്രചരിക്കുകയും അവർ സത്യദൈവത്തിങ്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരികയും അതേ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുവാനുള്ള ആ സൗജന്യവും ഫലകരവും പ്രായോഗികവുമായ ആ രക്ഷാമാർഗത്തെ അവർ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയും അവർ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരികയും പരിശുദ്ധാത്മാവ് അവരിൽ അധിവസിക്കാൻ ആരംഭിക്കുകയും അവരുടെ തന്നെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുന്നവർ കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ഇസ്രായേലിന് നേരെ നിങ്ങൾ അങ്ങനെയൊന്നും മേന്മ കാണിക്കുകയൊന്നും വേണ്ട, ഞങ്ങളുടെ ദൈവവുമായി ഈ ദൈവം ഒന്നേ ഉള്ളൂ, ഈ ഭൂമി ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാനും നിങ്ങളും എല്ലാം ഒന്നിച്ചു പാർക്കുന്ന ഭൂമിയാണ്, നിങ്ങളൊന്നും മേന്മയൊന്നും മേനി പറയാനില്ല എന്ന് അവരുടെ നേരെ നിങ്ങൾ പ്രശംസിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രശംസിക്കേണ്ട. കാര്യം കാട്ടൊലിവായിരുന്ന നിന്നെ അതിൽ വെട്ടിയെടുത്ത് ഈ നല്ല ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിൻ്റെ ജീവരസത്തിന് നിന്നെ പങ്കാളിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നീ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നെങ്കിൽ നീ വേരിനെയല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. സ്തോത്രം. നോക്കണേ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഒരു സവിശേഷമായ ഒരു ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. പൗലോസോട് പറയുന്ന ആ പശ്ചാത്തലമൊന്നും നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, കാട്ടൊലിവിൻ്റെ ശിഖരം വെട്ടിയെടുത്ത് ഈ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചേർക്കുമ്പോൾ നല്ല ഒലിവ് മരം തന്നെ അങ്ങ് ഊർജ്ജസ്വലത പ്രാപിക്കുകയും വളരെ ഫലപുഷ്ടിയുള്ളതായിത്തീരുകയും അതുതന്നെ ഒരു റിജുവിനേഷൻ, അതിന് തന്നെ ഒരു യൗവനം തിരിച്ചു കിട്ടിയതുപോലെയുള്ള ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഈ ഒലിവ് മരത്തിൽ തന്നെ ഉണ്ടാകി. ഇതാണ് അവിടെ സംഭവിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം അതിനു വേണ്ടിയാണ് പ്രധാനമായിട്ടും കാട്ടൊലിവിനെ വെട്ടിയെടുത്തതിനോട് ഒട്ടിച്ചേർക്കാൻ ദൈവത്തിന് പ്രസാദമായത് ഈ വലിയ ഉദ്ദേശവും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ട് എന്നുള്ളത് പൗലോസ് ഇവിടെ വ്യക്തമാക്കിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം മുഖപക്ഷം നോക്കുന്നവനല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. ദൈവം തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ പിതാക്കന്മാർ അവർ ദൈവത്തെ അനുസരിക്കുവാൻ ഇടം വലം നോക്കാതെ മുൻപിൻ നോക്കാതെ ദൈവത്തെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർ
തീരുമാനമെടുത്തപ്പോൾ ദൈവം അവരുടെ തീരുമാനത്തെ, അവരുടെ സമർപ്പണത്തെ, അവരുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കുകയും, നോക്കണേ, അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നത്. അവൻ ദൈവത്തെ എത്രമാത്രം വിശ്വസിക്കുമെന്നുള്ളത് ദൈവം അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അവനെ പരിശോധിച്ചു. അതാണ് ആ ആദ്യ ഭാഗം വിശുദ്ധമായിരുന്നു. ആദ്യ ഭാഗം വിശുദ്ധമായിരുന്നതുകൊണ്ട് പിതാക്കന്മാർ വിശുദ്ധന്മാരായി വിശ്വാസത്തിൽ നിലനിന്നിരുന്നതുകൊണ്ട് ആ പിണ്ഡം മുഴുവനും വിശുദ്ധമായ ദൈവം തിരഞ്ഞെടുക്കുകയും അതിന് ഉദ്ദേശ്യമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ട വ്യവസ്ഥകൾ മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധികളായി സത്യദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങി അത് മനുഷ്യനെ കൊണ്ട് നിവർത്തിക്കുവാൻ കഴിയാത്തതാണെന്നും മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ രക്ഷ പ്രാപിക്കില്ലെന്നും മനുഷ്യൻ ആന്തരികമായി പാപപങ്കിലമായ അവസ്ഥയിലാണെന്നും അവൻ്റെ പ്രവൃത്തികളാൽ അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയില്ലെന്നും മനുഷ്യ സമൂഹത്തിന് മുഴുവൻ വ്യക്തമായി തെളിയിച്ചു കൊടുക്കുന്നതിന് ഒരു സാധന പാഠമായിട്ട് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, നമുക്കതറിയാം. അതെല്ലാം ദൈവത്തിൻ്റെ ആ നിഷ്പക്ഷ മനോഭാവത്തെയും പൗലോസ് ഇവിടെ ഊന്നിപ്പറയുകയാണ്. നോക്കണേ, അപ്പോൾ കാട്ടുലിവിൽ നിന്ന് വെട്ടിയെടുത്ത് നല്ല ഒലിവുമരത്തോട് ഒട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ഇത് രക്ഷിക്കപ്പെടുന്ന ഇതര ജാതികളായ ആളുകളുടെ ഒരു അനുഭവമല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കുക. നമ്മളും സത്യദൈവത്തോട് വ്യക്തിബന്ധമില്ലാതെ പാരമ്പര്യമായുള്ള പല ചിന്തകളിലും, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ആരെയാണ് സേവിക്കുന്നത്, ആരുടെ മുമ്പിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ നാം ചെന്ന് ദൈവത്തിന് നിങ്ങളെ അറിയാമോ, നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ, ആ ദൈവത്തിന് നിങ്ങളുടെ ബന്ധം എന്താണ്, ആ ദൈവം നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ മരണാനന്തര ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ, ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആവും, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതേ, ദൈവം ഒന്നേ ഉള്ളൂ, സത്യദൈവം ഒരുവനേ ഉള്ളൂ. ആ സത്യദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ഏകനും പരിശുദ്ധനും സ്നേഹവാനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും ഒരിക്കലും മാറ്റം വരാത്തവനും നിത്യനും, സ്തോത്രം, നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്നവനും നമ്മളെ കരുതുന്നവനും നമ്മെക്കുറിച്ച് വിചാരമുള്ളവനും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നവനുമായ സത്യദൈവം, ആ സത്യദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രാപിക്കുമ്പോൾ ആ ദൈവത്തിങ്കിലേക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു. ആ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനുള്ള തികവുള്ള വഴി യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലൂടെ ദൈവം സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് സകല മനുഷ്യവർഗത്തിനു വേണ്ടിയാണെന്ന് വെളിപ്പെടുത്തുന്നത് ലോകത്തിൻ്റെ മധ്യഭാഗത്ത്, ചരിത്രത്തിന് മധ്യത്തിൽ, കാലത്തിന് മധ്യത്തിൽ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി യേശുക്രിസ്തുവിനെ ദൈവം നിയമിച്ചാക്കിയിരിക്കുന്നു. സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ അവൻ തന്നെ ദൈവമാണ്. ത്രിയേക ദൈവത്തിൽ ഒരാളത്വമായ മനുഷ്യനായി വന്ന്, സ്തോത്രം, ഈ രക്ഷാമാർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതാണ് നമ്മൾ പൗലോസ് ഇവിടെ ഏറ്റവും ഊന്നൽ കൊടുത്ത് പറയുന്ന കാര്യം. അപ്പോൾ കൊമ്പുകളിൽ ചിലത് ഓടിച്ച് കാട്ടൊലിവായ നമ്മളെയൊക്കെ ആ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷിക്കപ്പെടുന്ന ഒരു പാപിയുടെ മനോഹരമായ ഒരു ചിത്രം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മളൊക്കെ കാട്ടൊലിവായിരുന്നു. കാട്ടിലുവെന്ന് പറഞ്ഞാൽ കാട്ടിലാണ് വളരുന്നത്. ഉടമസ്ഥനില്ല. കാട്ടുചെടി, കാട്ടുമരമാണ്, ഉടമസ്ഥനില്ല. അതിനെ വ്യക്തിപരമായി പരിചയിക്കാൻ ഉടമസ്ഥന. നിയമപരമായി പറഞ്ഞാൽ ഇവിടുത്തെ റിസർവ് ഫോറസ്റ്റ് നിൽക്കുന്ന മരം ഓരോന്നും സർക്കാരിൻ്റേതാണ്. സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ആരാ അത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അത് പരിപാലിക്കാൻ നിയമിച്ചിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ ഈ ഓരോ മരത്തെക്കുറിച്ചും ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വ്യക്തിപരമായ ഒരു ബന്ധമോ ഒരു പരിചയമോ, അവർ ഒരു ജോലി ചെയ്യുന്നത് പോലെ ചെയ്യുന്നത്. എന്നാൽ ഒരു കൃഷിക്കാരൻ അങ്ങനെയല്ല. ഒരു നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ പറമ്പിൽ 4-5 തെങ്ങുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോന്നിനെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധയുണ്ട്, ഓരോന്നിനെക്കുറിച്ച് ഒരു കരുതലുണ്ട് എന്ന് പറഞ്ഞതുപോലെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു ബന്ധമാണ് അവിടെയുള്ളത്. ഇതുപോലെ കാട്ടൊലിവിന് ഉടമസ്ഥനില്ല. ഉടമസ്ഥനുമായി ബന്ധമില്ലാതെ കാട്ടിൽ വളരുകയാണ്. എന്നിട്ടോ കയ്പ് നീര് കുടിച്ചുകൊണ്ട്, കാട്ടുകായും കായ്ച്ചുകൊണ്ട് ഇങ്ങനെ കഴിയുകയാണ്. ഇതൊരു പാപിയുടെ ഒന്നാം തരം ചിത്രമാണ്. കയ്പ് നീരും കുടിച്ചുകൊണ്ട് കഴിയും. നമുക്കറിയാമല്ലോ, എല്ലാ മരത്തിനും അതിൻ്റേതായ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ ഉള്ളിലൊരു സെൽസാപ്പുണ്ട്. ആ സെൽസാപ്പ്
ഒരു 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 രസം, അതിൻ്റെ ഒരു ജീവരസം, വേര് വലിച്ചെടുക്കുന്ന വെള്ളവും മൂലകങ്ങളും വളവും ഇതെല്ലാം ഈ സെൽസാപ്പിലൂടെയാണ് ഈ ഈ ഈ ഈ മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രസരിക്കുന്നത്. അങ്ങനെ പ്രസരിക്കുമ്പോൾ ആ മരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വേര് വെള്ളം വലിച്ചെടുത്തു കഴിഞ്ഞാൽ ആ സെൽസാപ്പിനൊരു വ്യത്യാസമുണ്ടാകും. നമുക്കറിയാം, കാഞ്ഞിരത്തിൻ്റെയും മറ്റും സെൽസാപ്പ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കയ്പായിരിക്കും. ആ സ്വഭാവം ആ മരത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് സെൽസാപ്പിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കാട്ടൊലിവാണ്, കാട്ടിൽ വളരുകയാണ്. കയ്പ് നീരാണ് കയ്പ് നീര് അത് വലിച്ചെടുക്കുന്ന. ഇത് ഒരു പാപിയുടെ ഒന്നാം തരം ചിത്രമാണ്. പാരമ്പര്യമായ ബന്ധങ്ങളിൽ കയ്പ് നീരും കുടിച്ച് കാട്ടുകായും കായ്ച്ച് കാട്ടിൽ ഉടമസ്ഥനില്ലാതെ വളരുന്നു. പ്രതീക്ഷ എന്താണ്? കാട്ടുതീയാണ് പ്രതീക്ഷ, വേറൊന്നും അതിന് പ്രതീക്ഷിക്കാനില്ല. കാട്ടുതീയും കാത്ത് വളരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നടപ്പിൽ നമ്മൾ സത്യദൈവത്തോട് വ്യക്തിബന്ധമില്ലാതെ നമ്മൾ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ ഇങ്ങനെ നടന്ന് കയ്പിന് ഉള്ളിലൊരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല, ഒരു സ്വൈര്യതയില്ല. നോക്കണേ, നിലനിൽക്കുന്ന സമാധാനമില്ല. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മൾ അസ്വസ്ഥരാണ്. ഒരു അനിശ്ചിതത്വത്തെ നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് കാണുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നരകവിധിക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരായി പാപത്തിൽ ജീവിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ദൈവത്തോട് വ്യക്തിബന്ധമില്ലാതെ ജീവിക്കുന്നു. ഇങ്ങനെ കാട്ടൊലിവ് കാട്ടിൽ വളരുകയാണ്. ഇതുപോലെയാണ് ഒരു പാപിയായ മനുഷ്യൻ്റെ ചിത്രം. കാട്ടിൽ വളരുന്ന ഈ കാട്ടൊലിവിൽ നിന്ന് സ്തോത്രം ഒരു ശിഖരം വെട്ടിയെടുത്തു. സ്തോത്രം, ഒരു ശിഖരം വെട്ടിയെടുത്ത് നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർത്തു. സ്തോത്രം, നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ചേർത്തപ്പോൾ ഈ കാട്ടൊലിവിൻ്റെ ആ ശിഖരത്തിന് വലിയ മാറ്റമുണ്ടായി. ഈ നല്ല ഒലിവ് മരത്തിന് ഫലപ്രദമായ ജീവരസം, നോക്കണേ, കാട്ടിൽ വളർന്നപ്പോൾ കയ്പ് നീരായിരുന്നു. ഈ ഫലപ്രദമായ ജീവരസം ഈ കാട്ടൊലിവിൻ്റെ ശിഖരത്തിലേക്ക് പ്രസരിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രസരിക്കുമ്പോൾ ഈ കാട്ടൊലിവിൻ്റെ ശിഖരത്തിന് മാറ്റം വന്ന് അതിന് നല്ല ഫലം കായ്ക്കാനുള്ള ഒരാർജവം ഉണ്ടാകുന്നു. ഇതുപോലെയാണ് പാപിയായ ഒരു വ്യക്തി വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് രൂപാന്തരപ്പെട്ട് വേർപെട്ട് പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ വരുമ്പോൾ ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും ദൈവിക അനുഗ്രഹങ്ങളും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങുന്നു. സ്തോത്രം, സ്വസ്ഥതയും സമാധാനവും. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നീങ്ങിപ്പോയി, മരണഭീതി മാറിപ്പോയി. എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ടായി. നോക്കണേ, കാട്ടിൽ ഉടമസ്ഥനില്ലാതെ കാട്ടുതീയും കാത്ത് കയ്പ് നീരും കുടിച്ച് കാട്ടുകായും കായ്ച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ഒരു പാപിയായ ഒരു മനുഷ്യന് വന്ന രൂപാന്തരം കണ്ടോ? സ്തോത്രം, ഈ രൂപാന്തരവും ഈ വ്യത്യാസവുമാണ് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉദ്ധരിക്കുന്നത്. ആ ആശയം എത്ര ഭംഗിയായി പൗലോസ് ഈ സാദൃശ്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. സമയം പോയല്ലോ, എൻ്റെ വാക്ക് നിർത്തിക്കോട്ടെ. കർത്താവിനെ വെച്ചാൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പിന്നെ ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നും കയ്പ് നീര് കുടിച്ച് ഉള്ളിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, സ്വൈര്യതയില്ലാതെ, അസമാധാനത്തോടെ, മരണഭീതിയോടെ കഴിയുന്നെങ്കിൽ സഹോദരങ്ങളെ, സ്തോത്രം, നിങ്ങൾ പരിശുദ്ധ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ മരണഭീതി മാറി നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും പാപബോധത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നീതീകരിക്കപ്പെട്ട സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിയിലുള്ള വിശ്വാസമാണ് അതിന് ഏറ്റവും പ്രധാന അടിസ്ഥാനം. അതിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവേ, അടിയാൻ കാട്ടൊലിവിൻ്റെ ശിഖരമായിരുന്നു. ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വ നിമിത്തം മരണഭീതിയാൽ കഴിഞ്ഞിരുന്ന എന്നെ കർത്താവെ ആ കാട്ടൊലിവിൻ്റെ അവസ്ഥയിൽ നിന്ന് വെട്ടിയെടുത്ത് തിരുമേനിയുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് ആക്കി തീർക്കുവാൻ പ്രസാദിച്ചല്ലോ. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന പ്രിയമുള്ളവരിൽ ആ അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, തിരുമേനിയോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വിശ്വാസത്താൽ തിരുമേനിയുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് വരുവാൻ തിരുമേനിയെ അവരെ സഹായിക്കണം. കൃപയിൽ അവരെ കാത്തുകൊള്ളണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.